കോഴിക്കോട് കല്ലായിയിൽ സ്വകാര്യ വ്യക്തി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മുറിച്ചു മാറ്റിയതോടെ കുടിവെള്ളം കിട്ടാനില്ലെന്ന പരാതിയുമായി നാട്ടുകാർ. പ്രായമായവരടക്കം വളരെ ദൂരെ യാത്ര ചെയ്താണ് വീട്ടാവശ്യത്തിനുള്ള വെള്ളമെടുക്കുന്നത്. എന്നാൽ തന്റെ പറമ്പിൽ പൈപ്പ് സ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിയില്ലെന്നും അതുകൊണ്ടാണ് മുറിച്ചു മാറ്റിയതെന്നുമാണ് സ്ഥലമുടമയുടെ വാദം. കോഴിക്കോട് കല്ലായിയിൽ ഓടക്കാളി ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം. ജന്മികുടിയാൻ സമ്പ്രദായത്തിൽ ഭൂമി കിട്ടിയ 10ഓളം വരുന്ന വീട്ടുകാർക്ക് വാട്ടർ അതോറിറ്റി അനുവദിച്ച പൈപ്പ് ലൈൻ സ്വകാര്യ വ്യക്തി മുറിച്ചുമാറ്റിയെന്നാണ് പരാതി. ഈ പ്രദേശത്ത് താമസിക്കുന്നവർ അധികവും പ്രായമായവരാണ്. വെള്ളമെടുക്കാനായി ഒരുപാട് ദൂരം നടന്നു പോകേണ്ട ദുരവസ്ഥയും നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസം പ്രായമായി മരിച്ചയാളുടെ വീട്ടിലേക്ക് പോലും വെള്ളമെത്തിക്കാൻ കഷ്ടപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു. 40-50 വർഷമായിട്ട് സ്ഥാപിച്ചിരുന്ന ഒരു കോർപ്പറേഷൻ ടാപ്പ് ഒരു സ്വകാര്യ വ്യക്തി അവരുടെ വീട്ടിലേക്ക് മാത്രമായിട്ട് വെള്ളം എടുത്തിട്ട് ബാക്കി ആർക്കും വെള്ളം കൊടുക്കാതെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഈ മരിച്ച അപ്പു എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലേക്ക് വേണ്ട വെള്ളമൊന്നും കിട്ടുന്നില്ല. 200 മീറ്ററോളം നടന്നു പോയിട്ട് വെള്ളം കൊണ്ടുവരികയാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ഒരു ബുദ്ധിമുട്ടും കണ്ടിട്ട് മരിച്ച വീടെല്ലാം കണ്ടിട്ട് തൊട്ട വീട്ടിൻ്റെ മുമ്പിലുള്ള ഒരാൾക്കാർ നമുക്ക് ടാപ്പ് വന്നിട്ട് ഇപ്പോൾ നമ്മൾ അതിലെടുക്കണം വെള്ളം. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൊതുവഴിയിൽ അല്ല പൈപ്പ് സ്ഥാപിച്ചതെന്നാണ് മുറിച്ചു മാറ്റിയയാളുടെ വാദം. എന്നാൽ അത് പൊതുവഴിയാണെന്നതിന് തെളിവുണ്ടെന്ന് വാർഡ് കൗൺസിലറും പറയുന്നു. അയാളെ മുറ്റത്ത് ആ ഭാഗത്തുണ്ടായിരുന്ന ടാപ്പാണ് ശ്രീജ കട്ട് ചെയ്തത്. അത് നമ്മൾ സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് വെച്ച ടാപ്പാണത്. കോർപ്പറേഷൻ്റെ കയ്യിൽ ഇതിൻ്റെ രേഖയിൽ ഇത് ഇവരുടെ സ്വകാര്യ സ്ഥലമാണ്. പക്ഷേ ഈ കോർപ്പറേഷൻ കെട്ടി ഇറിഗേഷൻ്റെ ഭൂമിയാണെന്നുള്ള കയ്യിൽ എൻ്റെ കയ്യിൽ രേഖയുണ്ട്. പക്ഷെ ഇവർ പറയുന്നത് ഇതെല്ലാം അവരുടെ പ്രോപ്പർട്ടിയാണ്. പക്ഷെ ഇവർ രേഖകൾ കാണിക്കാൻ നമുക്കൊന്നും കാണിച്ചില്ല. നമ്മളായിട്ടൊക്കെ ഇവർ പ്രശ്നത്തിലാണ്. തർക്കം പരിഹരിക്കേണ്ടത് കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും ചേർന്നാണ്. അതുണ്ടാകാത്ത പക്ഷം സാധാരണക്കാരായ മനുഷ്യർക്കാണ് കുടിവെള്ളം ഇല്ലാതാവുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.